നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഫേസ് 3ൻ്റെ ഫൈനൽ റിവിഷൻ ആണ്. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കോംപ്രഹെൻസീവായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ മാക്സിമം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യും. ബാക്കി നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ടെലിഗ്രാം ചാനലിൽ PDF എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. മാത്സ്, ഇംഗ്ലീഷും മലയാളം ഒഴികെ ബാക്കി ജനറൽ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരിക? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. അതായത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് ആരാണ് പ്രഖ്യാപിച്ചത്? ശരിക്കും ആ ഒരു രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ബാക്കി 3 വെണ്ണീജ ഭരണം, അതുപോലെ സമപന്തി ഭോജനം, സമത്വ സമാജം, ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുപോലെ മറ്റൊരു റിഫോമറിന്റെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ എല്ലാ റിഫോമേഴ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കി പോവാട്ടോ. അപ്പം നമുക്ക് ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് പോകാം. ഇതിൽ കുറേയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വൈകുണ്ഠസ്വാമികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആദ്യത്തെ റിനൈസൻസ് ലീഡറാണ് കേരളത്തിലെ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു റിഫോർമേഷൻ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അതെന്തായാലും പഠിച്ചിരിക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, അതുപോലെ ആദിഭാഷ, അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കൂടെ ഓർത്തിരിക്കുക. അരുവിപ്പുറം പ്രതിഷ്ഠ, SNDP, അതുപോലെ ശിവഗിരി മഠം, അദ്വൈതാശ്രമം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളി ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലുവണ്ടി സമരം, സാധുജന പരിപാലന സംഘം, അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം കേട്ടോ. അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇടയ്ക്ക് റയറായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ടി പൽപ്പു SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ, ഇഴവ മെമ്മോറിയൽ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു കേട്ടോ. ഇനി വക്കം മൗലവി ചോദിച്ചിട്ടുണ്ട്. വക്കം മൗലവിയുടെ കഴിഞ്ഞൊരു പേപ്പറിൽ ഇവിടെ കണ്ടോ, അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ, അതിൽ ഈ തിരുവിതാംകൂർ മാറ്റിയിട്ട് മലബാർ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖില മലബാർ മുസ്ലിം മഹാസഭ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക, മലബാറിലല്ല തിരുവിതാംകൂറിലായിരുന്നു വക്കം മൗലവി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു, അത് ഓർത്തിരിക്കാം. ചാവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛൻ ചോദിച്ചിട്ടുണ്ട്. ആത്മാനുതാപം, അതുപോലെ നാളാഗമങ്ങൾ, അതൊക്കെ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളുകൾ, പള്ളിക്കൂടങ്ങൾ, പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ എന്നുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് ചാവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അപ്പൊ പത്രാധിപരായിരുന്നു അദ്ദേഹം കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന്റെ കൃതി എന്റെ നാടുകടത്തൽ, ദി ട്രാവൻകൂർ ഡിപ്പോർട്ടേഷൻ, അതും ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ വേലുക്കുട്ടി അരയൻ ചോദിച്ചിട്ടുണ്ട്. ആര്യവംശ പരിപാലന യോഗം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളാണ് TK മാധവൻ. അതിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ ഇരുന്നിരുന്ന ഒരാളാണ് TK മാധവൻ. മന്നത്ത് പത്മനാഭൻ ഇമ്പോർട്ടൻ്റ് ആണ്. NSS, അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണ ജാഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി C കേശവൻ, കോഴഞ്ചേരി പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ട് വ്യക്തി ആരാണ്? C കേശവൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ജാതിക്കുമ്മി, ബാലകലേശം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. കൊച്ചി മഹാരാജാവിൽ നിന്ന് കവിതിലകൻ എന്ന ബഹുമതി ലഭിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് നേരത്തെ അവിടെ തിരുവിതാംകൂറും മലബാറും മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ തിരുവിതാംകൂർ രാജാവിൽ നിന്ന് കവിതിലകൻ എന്ന ബഹുമതി ലഭിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റാണ് വന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, തിരുവിതാംകൂർ രാജാവല്ല, കൊച്ചി രാജാവിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിച്ചത്. മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സഹോദരൻ അയ്യപ്പൻ, സഹോദര സംഘം, അതുപോലെ തന്നെ മിശ്രഭോജനം ഓർത്തിരിക്കുക, അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സഹോദരൻ എന്ന് പറയുന്ന മാസിക ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, റയറായിട്ട് ചോദിക്കാറുള്ളൂ. അതുപോലെ പാമ്പാടി ജോൺ ജോസഫ് ആണെങ്കിലും തിരുവിതാംകൂർ ചേരമൻ മഹാസഭ ചോദിച്ചിട്ടുണ്ട്. ഈ പുസ്തകം സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, അത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, വായിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഇനി VT ഭട്ടതിരിപ്പാട് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവായിരുന്നു. പാർവതി നെന്മേനി മംഗലം
ഘോഷ ബഹിഷ്കരണവും അതുപോലെ തന്നെ വിദേശ വസ്ത്ര ബഹിഷ്കരണവും നടത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ പ്രതിനിധിയായി പാർവതി നെന്മിനിമംഗലത്തെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ആര്യപ്പള്ളം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. AV കുട്ടിമാളു അമ്മ മലബാറിലെ പ്രവർത്തകയായിരുന്നു. അപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിലാണ് അവർ കൂടുതലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത് കേട്ടോ, അത് ഓർത്തിരിക്കുക. അതുപോലെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു AV കുട്ടിമാളു അമ്മ. ഇനി കൗമുദി ടീച്ചർ ഗാന്ധിജിയുടെ സ്വീകരണ സമ്മേളനത്തിൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഹരിജൻ ഫണ്ടിലേക്ക് നൽകി, അങ്ങനെ ഫേമസ് ആയതാണ്. ദേവകി നിലയങ്കോട് യോഗക്ഷേമ സഭ അന്തർജന സമാജം അവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അക്കാമ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ആത്മകഥയാണ് ഒരു ജീവിത സമരം. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നും അതുപോലെ തന്നെ ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. പിന്നെ ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ജാഥ നയിക്കുകയും അതിനെ പിൻപറ്റി ജയിലിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. രണ്ടാമത്തത്, 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്ക് ഏറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം. അപ്പൊ അതില് കാർട്ടസ് സിസ്റ്റം ആരാണ് നടപ്പിലാക്കിയത്? ഈ പറഞ്ഞ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. എന്താണ്? ഇവിടുത്തെ മൊണോപ്പൊളി കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്ര തീരങ്ങളിലുള്ള ആ ഒരു മൊണോപ്പൊളി കിട്ടുന്നതിന് വേണ്ടി മറ്റു കപ്പലുകളുടെ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാർ തന്നെയാണ് കാർട്ടസ് സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പോൾ കാർട്ടസ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. മറ്റേ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആദ്യമായിട്ട് ചുറ്റി സഞ്ചരിക്കുന്നത് ആരാണ്? ബാർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന യൂറോപ്യനാണ്. കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ ആളാണ് ആര്? അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡഗാമ. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അത് വാസ്കോഡഗാമയുടെ വരവിനെ പറ്റി. വാസ്കോഡഗാമ രണ്ടാമത്തെ തവണ കേരളത്തിലേക്ക് എത്തുന്നത് 1501 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു കേട്ടോ. 1502 അദ്ദേഹം എത്തുന്നത് കേട്ടോ. അപ്പം രണ്ടാമതായിട്ട് വാസ്കോഡഗാമ കേരളത്തിലേക്ക് എത്തുന്നത് 1502 ഓർത്തിരിക്കുക. നമ്മൾ അതിൽ പിൻഡ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്ഷൻ. പക്ഷെ ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ഇതിലെങ്ങനെയായിരിക്കും ഓർഡർ വരിക? ഫസ്റ്റ് നമുക്ക് വൈക്കം സത്യാഗ്രഹം നോക്കാം അല്ലെ. വൈക്കം സത്യാഗ്രഹം ഏതാണ് ഇയർ വരുന്നത്? വൈക്കം സത്യാഗ്രഹം 1924-25 ആണ്. 1924-25 കാലഘട്ടത്തിലാണ് അത് നടക്കുന്നത്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? TK മാധവനായിരുന്നു അതിന്റെ മെയിൻ നേതൃത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടാതെ KP കേശവമേനോൻ, K കേളപ്പൻ, CV കുഞ്ഞുരാമൻ തുടങ്ങിയവരൊക്കെ അതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു അല്ലെ. ഇനി ചാന്നാർ ലഹളയാകുമ്പം എപ്പോഴാണ് വരുന്നത്? 1800-കളിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1859-ലാണ് ഈ ചാന്നാർ ലഹള അല്ലെങ്കിൽ അതൊരു വലിയ കലാപമായിട്ട് മാറുന്നതും. അതിനെ തുടർന്ന് 1859 ജൂലൈ 26-നാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിടുന്നത്. അപ്പൊ അത് 1859 ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. ഇനി പാലിയം സത്യാഗ്രഹം ഏതാണ് വർഷം വരുന്നത്? 1947-48 കാലഘട്ടത്തിലാണ് അത് നടക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരോ? ക്ഷേത്രപ്രവേശന വിളംബരം 1936 ആണല്ലേ. 1936. അപ്പം ആരായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഉത്തരവ് കൊടുത്തത്? ഓർമ്മയുണ്ടോ? ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമ മഹാരാജാവായിരുന്നു അല്ലെ. ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു. 1936 നവംബർ 12-നാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവിടെ ക്ഷേത്രപ്രവേശനം എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിടുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2143 അല്ലെ. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ-അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അപ്പൊ അൽ-അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടേണ്ടതാണ്. ആരാണ് ശരി ഉത്തരം? ഇതുപോലെ ഓരോ റിനൈസൻസ് ലീഡേഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ആരാണെന്ന് ചോദിക്കാം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരിക്കാം. ശരി ഉത്തരം വരുന്നത്
മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേട്ടോ. താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3, 4. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അത് എങ്ങനെയാണ്? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും പഠിച്ചിരിക്കുക, പാലിയം സത്യാഗ്രഹവും നോക്കിപ്പോ. വൈക്കം സത്യാഗ്രഹത്തിൽ EV രാമസ്വാമി നായ്ക്കർ അല്ലെ പെരിയോറുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, അദ്ദേഹം അറസ്റ്റ് വരികയൊക്കെ ചെയ്തു. അപ്പം ആ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാ കേട്ടോ. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഉത്തരം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. അപ്പം ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2, 4. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റ്. അതെങ്ങനെയാ തെറ്റാവുന്നേ? ആരായിരുന്നു അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ? ജസ്റ്റിസ് ഫസിൽ അലി ആണ് അല്ലെ. ഫസിൽ അലി കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെടുന്ന മറ്റൊരു പേര്. അപ്പൊ ഫസിൽ അലി ആണ് അധ്യക്ഷൻ. സർദാർ KM പണിക്കരും അതുപോലെ തന്നെ HN കുൻസ്രുവും അതിലെ കമ്മീഷൻ അംഗങ്ങളായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഐക്യ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം ഐക്യ കേരള സമ്മേളനം നടന്നു. തിരുക്കൊച്ചി സംയോജനമാണ് നടക്കുന്നത്. അപ്പൊ തിരുക്കൊച്ചി എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയാണ് ഒരുമിച്ച് ലയിക്കുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് തിരുക്കൊച്ചി ലയനം നടന്നപ്പം അവിടെ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഒരു തമ്പുരാൻ, അതാരായിരുന്നു? കൊച്ചി രാജാവായിരുന്നുള്ള കേരളവർമ്മ തമ്പുരാനായിരുന്നു ഐക്യ കേരളം തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചപ്പം ആദ്യത്തെ രാജപ്രമുഖായിട്ട് തിരഞ്ഞെടുത്തത് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവായിരുന്ന മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഞാനിവിടെ എഴുതാട്ടോ. അപ്പൊ ഈ ഫാക്ട്സും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, ട്രാവൻകൂർ റൂളേഴ്സിന്റെ ആണ് കേട്ടോ. അപ്പൊ അതിൽ സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ കൊടുത്തിട്ടുണ്ട്. ഇനി പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ, ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ട്രാവൻകൂർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1B, 2D, 3A, 4C. അപ്പൊ ഇതിൽ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് കുറെ കാര്യമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ശരിയാവണില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ എന്ത് പറയും? പണ്ടാരം ഇത് ശരിയായില്ലല്ലോ അല്ലെ, ഇത് നേരെ ആയില്ലല്ലോ എന്ന് പറയും. ആയില്യം അല്ലെ. അപ്പൊ പണ്ടാരപ്പാട്ട ആയില്യം തിരുനാളാണ്. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്വാതി തിരുനാൾ, ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1888. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണല്ലോ അതിന്റെ പേര്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം. പിന്നെ രണ്ടിലും എല്ലുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം അല്ലേ. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഉത്രം തിരുനാൾ. അപ്പം ഉത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പത്രം ആയിട്ട് കണക്ട് ചെയ്തു വിടും. നമ്മൾ ഈ പത്രത്തിലേക്ക് എന്തെങ്കിലും പരസ്യം അച്ചടിക്കാനോ അല്ലെങ്കിൽ കഥയോ കവിതയൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പത്രത്തിലേക്ക് അയക്കാൻ ഏത് വഴി അയക്കും? പോസ്റ്റിൽ വഴി അയക്കും അല്ലേ. അപ്പൊ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. അപ്പം ഉത്രം പോസ്റ്റ് ഓഫീസ് അത് ഓർത്തിരിക്കുക കേട്ടോ. കുറച്ച് ഇതാണ് റിലേറ്റ് ചെയ്യാൻ, എന്നാലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് ഓർത്തിരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വന്നത്? ആലപ്പുഴയിലായിരുന്നു. അതുപോലെ തന്നെ വാക്സിനേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരായിരുന്നു? ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. അതുപോലെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പതിവ് കണക്ക് മാർത്താണ്ഡവർമ്മയുടെ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വരുന്നത്. അതുപോലെ ഈ ട്രാവൻകൂർ റൂളേഴ്സിന്റെ തന്നെ ദിവാൻമാരുണ്ടല്ലോ, അവരെ പറ്റിയിട്ടും ചോദ്യം വരാറുണ്ട്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ്, അതുപോലെ CP രാമസ്വാമി അയ്യരൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രാവൻകൂർ റൂളേഴ്സിന്റെ ദിവാനായിരുന്ന ഏക മുസ്ലിം ആരായിരുന്നു? മുഹമ്മദ് ഹബീബുള്ള ആയിരുന്നു ഏക മുസ്ലിം ദിവാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഫാക്റ്റും കൂടെ ഓർത്തിരിക്കുക. അടുത്തത് മുഗൾ പീരീഡിൽ നിന്നുള്ള ചോദ്യമാണ്. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. അപ്പൊ നമ്മള് മുഗൾ റൂളേഴ്സിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരുന്നു. അത് കാണാത്തവര് പോയിട്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആരാണ് ഫത്തേപൂർ സിക്രി കോട്ട സമുച്ചയം സ്ഥാപിച്ചത്? അത് അക്ബർ ആണ് അല്ലെ? അക്ബർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടമല്ല. ബുലന്ദ് ദർവാസ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? അതിൽ ഫത്തേപൂർ സിക്രിയിൽ തന്നെയാണ്, യുപിയിൽ തന്നെയാണ്. അതും അക്ബറിന്റെ കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം അല്ല. ഇനി ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണോ? അല്ല, ഔറംഗസേബ് ആണ് കേട്ടോ. ഔറംഗസേബ് ആണ് ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ വേറൊരു മോത്തി മസ്ജിദ് ആഗ്രയിലുണ്ട്. ആഗ്രയിലെ മോത്തി മസ്ജിദ് പണി കഴിപ്പിച്ചത് ഷാജഹാൻ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കാം. മോത്തി മസ്ജിദ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 തവണ 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ജഹാംഗീർ അല്ല, ആരാണ്? ഔറംഗസേബ് ആണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. ചമ്പാരനിലെ കർഷകർ തീൻ കത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. അപ്പൊ ഈ തീൻ കത്തിയ സമ്പ്രദായം 1 വേർഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. അപ്പം 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റു 2 സത്യാഗ്രഹങ്ങളാണ് ഏത്? ഖേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും. അത് രണ്ടും ഏത് വർഷം നടന്നിട്ടുള്ളത്? 1918 കേട്ടോ. അപ്പൊ അതും ഓർത്തിരിക്കുക. ആ 2 സ്ട്രൈക്കും കൂടെ വായിച്ചിട്ട് പോവാ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. 1857 റിവോൾട്ടിലെ ലീഡേഴ്സും അവര് ലീഡ് ചെയ്ത സ്ഥലങ്ങളും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്ക്, ബഹാദൂർ ഷാ സെക്കൻഡ്, ഷാമാല്, മൗലവി അഹമ്മദുള്ള, ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദ്, ലക്നൗ, ഡൽഹി, ബറോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1C ബഹാദൂർ ഷാ എവിടെയാണ്? ബഹാദൂർ ഷാ ഡൽഹിയിലാണ്. അതുപോലെ ഷാമാല് ബറൌട്ടിലാണ്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്, ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ജസ്റ്റ് സമരകേന്ദ്രങ്ങളും പ്രധാന നേതാക്കളും ഒന്ന് നോക്കാം കേട്ടോ. ഡൽഹിയിൽ ആരാണ്? ബഹാദൂർ ഷാ സഫറും ജനറൽ ഭക്ത് ഖാനും ആണ്. ഝാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായി ആയിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. കാൺപൂരില് നാനാ സാഹേബും താത്തിയ തോപ്പിയും, ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ, ബീഹാറില് കൻവർ സിംഗും അമർ സിംഗും, അതുപോലെ ബറൈലിയില് ഖാൻ ബഹദൂർ ഖാൻ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. അപ്പൊ എന്തായാലും ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോവാം. അടുത്ത ചോദ്യം, ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉത്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആരാണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. അപ്പം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നത് ലോർഡ് ഡഫറിൻ ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഓരോ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഇവന്റുകളും അവർ കൊണ്ടുവന്ന ഇമ്പോർട്ടൻറ്റ് പോളിസീസും നോക്കി പോകണം കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയിലെ? വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. ദ്വിഭരണ വ്യവസ്ഥ അവസാനിപ്പിച്ചു, ഡയാർക്കി അല്ലെ. ഇനി കോൺവാലിസ് പ്രഭു സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. പിന്നെ സ്ഥിര ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം നടപ്പിലാക്കി. പോലീസ് സംവിധാനം പരിഷ്കരിച്ചു, കോടതികൾ പുനഃസംഘടിപ്പിച്ചു. വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് സിസ്റ്റം. അതുപോലെ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി ആണ്. ഹാസ്റ്റിങ്സ് പ്രഭു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ വില്യം പെൻഡിക്കസ് സതി നിരോധനം ഉണ്ട്, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി. ഡാൽഹൌസി എന്തായിരുന്നു? ഡോക്ടർ ഓഫ് ലാബ്സ് അല്ലേ, ദത്താവകാശ നിരോധന നിയമം. അതുപോലെ ആദ്യ റെയിൽവേ പാത കൊണ്ടുവന്നു. കാനിങ് പ്രഭു ആയിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തുള്ള ഇവിടുത്തെ ഗവർണർ ജനറൽ. പിന്നെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇവരെ വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറ്റിയിട്ട് വൈസ്രോയി എന്നുള്ള പദവി ആ ഒരു രീതിയിലേക്ക് ആക്കിയത്. അപ്പൊ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നതും കാനിങ് പ്രഭു ആണ്, അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നതും കാനിങ് പ്രഭു ആണ്. ദത്താവകാശ നിരോധന നിയമം എന്ത് ചെയ്തു? പിൻവലിച്ചു. അടുത്തത് ലിറ്റൻ പ്രഭു നാട്ടുഭാഷാ പത്രനിയന്ത്രണ നിയമം. ICS പരീക്ഷയ്ക്കുള്ള പ്രായപരിധി 21 നിന്നും 18 കുറച്ചു. 1878 ആയുധ നിയമം. അപ്പൊ ഈ ആയുധ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിന് ആയുധം കൈവശം വെക്കാനുള്ള അധികാരമല്ലേ. അപ്പം ഈ ലിറ്റൻ പ്രഭു പറഞ്ഞാല് മോസ്റ്റ്ലി പുള്ളിക്ക് ഇന്ത്യക്കാരുടെ ഒരു ഗ്രഡ്ജ് ഉള്ള രീതിയിലാണ് ഇദ്ദേഹം പോളിസീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് വെർണിക്കുലർ പ്രസ് ആക്ട് ആണ് ഈ പറയുന്നത്, നാട്ടുഭാഷ പത്ര നിയന്ത്രണ നിയമം. അതുപോലെ ഇന്നത്തെ സിവിൽ സർവീസ് പരീക്ഷ പോലത്തെ ICS പരീക്ഷയാണ് അന്ന്, അതിന്റെ പ്രായപരിധി കുറച്ചു. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ലിറ്റൺ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ ഓർത്തിരിക്കാൻ ലിറ്റൺ ഒരു പൊട്ടൻ എന്ന് ഓർത്താൽ മതി എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കണക്ട് ചെയ്തിട്ട് എപ്പോഴും നല്ല, പക്ഷെ എന്നാലും മോസ്റ്റ് പ്രോബബ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോളിസീസ് കാണുകയാണെങ്കിൽ ലിറ്റൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇനി അടുത്തത് റിപ്പൺ പ്രഭു നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചു.
ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രാദേശിക സ്വയംഭരണ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. പിന്നെ ഹണ്ടർ കമ്മീഷൻ, ഒന്നാം ഫാക്ടറി നിയമമൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഇനി ഡഫറിൻ പ്രഭു, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചപ്പോൾ ആരായിരുന്നു വൈസ്രോയി ആയിരുന്നു. പിന്നെ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജന സമയത്ത് 1905 ബംഗാൾ വിഭജന സമയത്ത് കഴ്സൺ പ്രഭു ആയിരുന്നു വൈസ്രോയി. പിന്നെ മിന്റോ പ്രഭു, മിന്റോ മോർലി പരിഷ്കാരം അല്ലെ. അതിനുശേഷം ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് 1911. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നത്. ഇനി ചെംസ്ഫോർഡ് പ്രഭു, മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ, അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹ, ജാലിയൻ വാലാബാഗ്, റൗലറ്റ് ആക്ട്, നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇർവിൻ പ്രഭുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെ. അതുപോലെ സൈമൺ കമ്മീഷൻ സന്ദർശന സമയത്ത് ഇർവിൻ ആയിരുന്നു. പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് പ്രമേയം ഏത് സെഷനിലാണ്? 1929 ലാഹോർ സെഷനിൽ അല്ലെ. അത് ഓർത്തിരിക്കുക. പിന്നെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോഴൊക്കെ ഇർവിൻ പ്രഭു ആണ് വരുന്നത്. ലിൻലിത്ഗോ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആണ്. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത് ലിൻലിത്ഗോ ആണ്. പിന്നെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി കൊണ്ടുവന്നത്. സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആയത് മൗണ്ട് ബാറ്റൻ ആണ്. പിന്നെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? സി രാജഗോപാലാചാരി. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആനുവൽ സെഷൻസും സ്പെഷ്യൽ സെഷനുകളും. അപ്പൊ ആദ്യത്തെ സെഷൻ ഏതാണ്? 1855 ബോംബെ സെഷൻ. WC ബാനർജി ആണ് പ്രിസൈഡ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് INC സെഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ളത് 1896 കൽക്കട്ട സെഷനിലാണ് ഓർത്തിരിക്കുക. പിന്നെ സ്വദേശി പ്രസ്ഥാനം കൊണ്ടുവന്നത് 1905 ബനാറസ് സെഷനിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. പിന്നെ സ്വരാജ് അഡോപ്റ്റ് ചെയ്തത് 1906 കൽക്കത്ത സെഷനിലാണ്. ദാദാഭായ് നവറോജി ആയിരുന്നു പ്രിസൈഡ് ചെയ്തത്. സൂറത്ത് സ്പ്ലിറ്റ്, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് മിതവാദികളും തീവ്രവാദികളുമായിട്ട് നാഷണൽ കോൺഗ്രസ് ലീഡേഴ്സ് സ്പ്ലിറ്റ് ചെയ്തത് സൂറത്ത് സ്പ്ലിറ്റിലാണ്. 1907 സൂറത്ത് സെഷനിലാണ്. രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. പിന്നെ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൽക്കട്ട സെഷനിലാണ്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ലക്നൗ പാക്ട് 1916 ലക്നൗ സെഷനിലാണ്. ആദ്യമായിട്ട് ഒരു വിമൻ പ്രസിഡന്റ് INCക്ക് വരുന്നത് 1917 കൽക്കട്ട സെഷനിലാണ് കേട്ടോ. ആനി ബെസന്റ് ആണ് ആദ്യത്തെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC എന്ന് പറയുന്നത്. അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെഷൻ ആയിരുന്നു 1920 കൽക്കട്ട സെഷൻ. ലാലാ ലജ്പത് റായ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മഹാത്മാഗാന്ധി പ്രിസൈഡ് ചെയ്ത ഒരേ ഒരു സെഷൻ എന്ന് പറയുന്നത് 1924 ബെൽഗാവ് സെഷൻ ആണ്. അതുപോലെ സരോജിനി നായിഡു ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ പ്രസിഡന്റ് വന്ന സെഷൻ ആയിരുന്നു 1925 കാൺപൂർ സെഷൻ. ഇനി 1929 ലാഹോർ സെഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നത്. പൂർണ്ണ സ്വരാജ് അതിന്റെ റെസൊല്യൂഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളിനി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇയർ തൊട്ട് 1930 തൊട്ട് നിയമലംഘന പ്രസ്ഥാനം കൊണ്ടുവരും എന്നുള്ള കാര്യം കൂടെ ഇതിൽ മുന്നോട്ട് വെച്ചത് ലാഹോർ സെഷനിലാണ് കേട്ടോ. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് 1929 ലാഹോർ സെഷൻ. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ടുവരണം എന്നുള്ളതും അതുപോലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ എൻഡോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞതും 1931 കറാച്ചി സെഷനിലാണ് കേട്ടോ. പിന്നെ ജവഹർലാൽ നെഹ്റു പ്രിസൈഡ് ചെയ്ത സെഷൻ ആയിരുന്നു 1937 ഫൈസ്പൂർ സെഷൻ. ആദ്യത്തെ വില്ലേജ് സെഷൻ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടൊരു റൂറൽ ഏരിയയിൽ സെറ്റ് ചെയ്ത ഒരു സെഷൻ ആയിരുന്നു അത്. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഹെൽഡ് ചെയ്ത 1938 ഹരിപുര സെഷൻ. അതിലായിരുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇപ്പം നമ്മൾ പറയണ ഈ പ്ലാനിംഗ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഇന്ത്യക്ക് വേണം, അതിന്റെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദ്യമായിട്ട് അത് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് ആ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയത് എവിടെയാണ്? 1938 ഹരിപുര സെഷനിലായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ടിക്കറ്റ ഈ സെഷൻസ് ഒക്കെ എന്തായാലും നോക്കിയിട്ട് പോവാം. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. ആദ്യ 2 വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 1ഉം 3ഉം. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ കാരണം ഗാന്ധിജി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. 1ാമത്തതും 3ാമത്തതും ഗാന്ധിജിയും കോൺഗ്രസും ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരാളുണ്ടായിരുന്നു. അതാരാണ്? അംബേദ്കർ ആണ് കേട്ടോ. അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജിയും കോൺഗ്രസും 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ സൈമൺ കമ്മീഷൻ ഏതായിരുന്നു ഇയർ? 1928 അല്ലേ? 1928 സൈമൺ കമ്മീഷൻ വരുന്നത്.
സൈമൺ ഗോബാക്ക് എന്നുള്ള പ്രക്ഷോഭം ഒക്കെ ഉണ്ടാക്കി, അതങ്ങനെ പോയി. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഏതിനു ശേഷമാണ്? 1929 ലാഹോർ സെഷനിൽ അവരത് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം 30ഓടുകൂടി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് ലോ ആണ് അവർ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. അത് 1930 എന്ത് ചെയ്യുന്നത്? നിയമലംഘന പ്രസ്ഥാനം 30-31 നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേട്ടോ. 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് മോർലി മിന്റോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4. അപ്പൊ ഇതിൽ പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. പ്രവിശ്യ സ്വയംഭരണം ഏത് ഇതിലാണ് വന്നിട്ടുള്ളത്? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലാണ് വരുന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡിൽ അല്ലെ. അതിൽ തന്നെയാണ് എന്ത് വരുന്നത്? ബൈക്യാമറലിസം, അതുപോലെ ഡയാർക്കി, അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലാണ് കേട്ടോ. ത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. അപ്പൊ ഇതിൽ ഗ്രീൻ പീസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാട്ടോ റിപ്പീറ്റഡ് ആയിട്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3ഉം ശരിയാണ്. നാറ്റോ ബ്രസൽസ് ആണ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്, ഇന്റർപോൾ ലിയോണെ ആണ്. അപ്പം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ഫിലിപ്പൈൻസിലാണ് കേട്ടോ. ഫിലിപ്പൈൻസിൽ ഓർത്തിരിക്കുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. 1-ാം ലോകയുദ്ധം, 2-ാം ലോകയുദ്ധം, ഹിറ്റ്ലർ, മുസോളിനി, കരിങ്കുപ്പായക്കാര്, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, തവിട്ടുകുപ്പായക്കാര്, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം ഇതിലെങ്ങനെയാ? 1-ാം ലോകയുദ്ധം ആരാണ്? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം അല്ലെ. ട്രിപ്പിൾ എൻറ്റിറ്റി, ട്രിപ്പിൾ അലയൻസ്. ഈ ട്രിപ്പിൾ എൻറ്റിറ്റിയിലും ട്രിപ്പിൾ അലയൻസിലും ആരൊക്കെയായിരുന്നു മെമ്പേഴ്സ് എന്ന് അറിയോ? ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ആരാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. അതുപോലെ ട്രിപ്പിൾ അലയൻസിൽ ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇനി 2-ാം ലോകയുദ്ധത്തിലാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും അല്ലെ. അച്ചുതണ്ട് ശക്തികൾ ആക്സിസ് പവേഴ്സ് ആരൊക്കെയായിരുന്നു? ജപ്പാൻ, ഇറ്റലി, ജർമ്മനി. അലൈഡ് പവേഴ്സോ? ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ അവരായിരുന്നു കേട്ടോ. ഇനി ഹിറ്റ്ലർ ഏതാണ് വരുന്നത്? തവിട്ടുകുപ്പായക്കാരാണ് അല്ലെ. അതുപോലെ മുസോളിനി കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്. ഇത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പേൾ ഹാർബർ ആക്രമണം, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, മ്യൂണിക് സമ്മേളനം. ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3, 4 മാത്രം. അപ്പൊ പേൾ ഹാർബർ അറ്റാക്കും അതുപോലെ മ്യൂണിക് പാക്റ്റും, മ്യൂണിക് സമ്മേളനമൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? അത് സെക്കൻഡ് വേൾഡ് വാർ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ PYQ ഡിസ്കഷനിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയിട്ട് വേൾഡ് ഹിസ്റ്ററിന്റെ PYQ ഒക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പം മാച്ച് ദ ഫോളോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? സ്റ്റാമ്പ് ആക്ട്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബിൽ ഓഫ് റൈറ്റ്സ്, ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഏതായിരിക്കും മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം സ്റ്റാമ്പ് ആക്ട് നമുക്കറിയാം ഏതാണ്? അമേരിക്കൻ റവല്യൂഷൻ അല്ലെ. സ്റ്റാമ്പ് ആക്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ബോസ്റ്റൺ ചായ സൽക്കാരം, അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ടെന്നീസ് കോർട്ട് ഓത്ത് ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി ഏതാണ്? റഷ്യൻ വിപ്ലവം. അപ്പം ഇതും ഓർത്തിരിക്കുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. മേജർ തിങ്കേഴ്സും പിന്നെ അവരുടെ മേജർ ഫിലോസഫീസും ആണ്. അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ലോസ്, കാൻഡിഡ്, എൻസൈക്ലോപീഡിയ, ദ സോഷ്യൽ കോൺട്രാക്ട്, മെഡിറ്റേഷൻസ് ഓൺ ദ ഫസ്റ്റ് ഫിലോസഫി, ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. അതിൽ ആരൊക്കെ ആയിരിക്കും? ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. വോൾട്ടയർ, റൂസോ, ഡെസ്കാർട്ടസ്, ഡെനിസ് ഡിഡറോട്ട്, മാൽത്തൂസ്, മോണ്ടെസ്ക്യൂ. ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയുന്നത് ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണെന്ന് നമുക്കറിയാം. അപ്പം D2 വരുന്ന ഏതൊക്കെയാ ഉള്ളത്? D2 വരുന്ന 3 എണ്ണം ഉണ്ട്. അപ്പം ഈ D നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് അറിയാവുന്നത് ഏതാണ്? ഫിലോസഫി കുറച്ച് പേർക്ക് നിങ്ങൾക്കും അറിയാം, ഡെസ്കാർട്ടസ് ആണെന്ന് അറിയാം. അതുപോലെ പോപ്പുലേഷൻ മാൽത്തൂസ് ആണെന്ന് അറിയാം. അപ്പം E3 വരുന്നത്
രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുപോലെ പോപ്പുലേഷൻ മാൽത്തൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ബാക്കി സി അല്ലേ, മാൽത്തൂസ് ഇവിടെ 4, സി ആണ് വരുന്നത്. കറക്റ്റ്, സി ആണ് വരുന്നത്. അപ്പം ആൻസർ നോക്കിയേ, അതെ സി തന്നെയാണ്. അപ്പം ഇനി സ്പിരിറ്റ് ഓഫ് ദ ലോസ് ആരാണ്? മോണ്ടസ്ക്യൂ ആണ് അല്ലേ. സ്പിരിറ്റ് ഓഫ് ദ ലോസ് മോണ്ടസ്ക്യൂ ആണ്. കാൻഡിൽ ആരാ? വോൾട്ടയർ. എൻസൈക്ലോപീഡിയ ഓപ്ഷൻ സി, എൻസൈക്ലോപീഡിയ ആരാണ്? ഡിഡറോട്ട് ആണ്. പിന്നെ സോഷ്യൽ കോൺട്രാക്ട് റൂസോ നമ്മൾ പറഞ്ഞു. ഫിലോസഫി ഡെസ്കാർട്ടസ് ആണ്. പോപ്പുലേഷൻ മാൽത്തൂസ് ആണ്. ആ കീവേഡ്സ് ഒക്കെ എങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണെന്ന് ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത്. കാരണം മിക്കവാറും എല്ലാ എക്സാമിലും നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്നത്. അടുത്ത ചോദ്യം, USA-യുടെയും സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ആരാണ് ശീതയുദ്ധം എന്ന് പറയുന്ന ആ ഒരു ടേം മുന്നോട്ട് വെച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ജോർജ് ഓർവെൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു പോയ ചോദ്യങ്ങളല്ലാതെ ഹിസ്റ്ററിയിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസും നമ്മൾ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് PDF ഡൗൺലോഡ് ചെയ്താൽ ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് കവർ ചെയ്ത് നോക്കി പോവാം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കഴിഞ്ഞ 2 ഇതിലും ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഒന്നും അധികം ചോദിച്ചു കണ്ടില്ല. ആകെ വന്നത് ഏതാണ്? സെക്കൻഡ് വേൾഡ് വാർ റിലേറ്റഡും അതുപോലെ തന്നെ ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് കോൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ആ ഒരു അവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും ഫ്രഞ്ച് റെവല്യൂഷനും അമേരിക്കൻ വാറും റഷ്യൻ റെവല്യൂഷനും ഒന്നും വിട്ട് കളയരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പൊക്കോളൂ കേട്ടോ. അടുത്തതിനി ജോഗ്രഫി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിയല്ലാത്തത് ഓൺലി 2 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതിൽ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്, ശീതജല പ്രവാഹം അല്ല. അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ അല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ് ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹം വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദാ ഇത് കണ്ടില്ലേ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഗൾഫ് സ്ട്രീം, പിന്നെ അഗുൽഹാസ്, വെനഗുവേല ചോദിക്കാറുണ്ട്, പിന്നെ ഏതാ കുറോഷിയോ, ഒയാഷിയോ, പെറു കറന്റ്, കാലിഫോർണിയ കറന്റ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിൽ ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളത് ഉഷ്ണജല പ്രവാഹങ്ങളും ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത് ശീതജല പ്രവാഹങ്ങളാണ് കേട്ടോ. കോൾഡ് കറന്റ്സ് ആണ്. അതുപോലെ നോർവീജിയൻ കറന്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഓർത്തിരിക്കുക. ലാബ്രഡോർ, നോർവീജിയൻ ഒക്കെ എവിടെയാണ്, ഈ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. കോൾഡ് കറന്റ് ആണോ വാം കറന്റ് ആണോ എന്ന് നോക്കിയിരിക്കുക. കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും നോക്കിയിട്ട് ഏതാണ് ശരി ഉത്തരം തോന്നുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പം എങ്ങനെയാണ് ഈ കോണ്ടൂർ ലൈൻസ്? ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ കോണ്ടൂർ ലൈൻസ് എന്ന് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മൗണ്ടൈൻ്റെ റിലീഫ് ഫീച്ചറിനെയാണ് ഈ താഴെ വട്ടം വട്ടം പോലെ വരച്ചിരിക്കുന്ന വരകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 വരകൾ തമ്മിലുള്ള അകലം കുറയുമ്പം അതിൻ്റെ സ്റ്റീപ്നെസ്, അതിൻ്റെ ഉയരം എങ്ങനെയാണ്? ഇപ്പം ഇത്ര അകലത്തിൽ ഇരിക്കുമ്പം അതിൻ്റെ ആ ഒരു സ്റ്റീപ്നെസ്, സ്ലോപ്പ് കുറച്ച് പയ്യാണ്. അത് ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്, കുത്തനെയുള്ള കയറ്റാണെങ്കിൽ ഇത് തമ്മിലുള്ള അകലം കുറവായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണ് കോണ്ടൂർ വെച്ചിട്ട് ഇതിൻ്റെ എലിവേഷൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കോണ്ടൂർ രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് അല്ലേ, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. ശരിയാണ് അല്ലേ. എവിടെയെങ്കിലും ഇത് മുറിച്ച് കടക്കുന്നുണ്ടോ? ഇല്ല. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ഇസ് ദ ബോർഡർ ബിറ്റ്വീൻ ദ ലോവർ മാന്റിൽ ആൻഡ് ദ ഔട്ടർ കോർ. മാന്റിൽ സ്റ്റാർട്ട്സ് ഫ്രം കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. Repeti discontinuity is the transition zone between upper and lower mantle. The Mohoroic discontinuity lies between upper and lower crust. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 2 and 4 ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. 2 and 4 ആണ് ആൻസർ. അപ്പോൾ ഇതിൽ 1 കറക്റ്റ് ആണ്. ഗുട്ടൻബർഗ് എന്തിൻ്റെ ബിറ്റ്വീനിലാണ്? ലോവർ മാന്റിലിൻ്റെയും ഔട്ടർ കോറിൻ്റെയും ഇടയിലാണ് ഗുട്ടൻബർഗ് വരുന്നത്. അതുപോലെ റെപ്പിറ്റി അപ്പർ ആൻഡ് ലോവർ മാന്റിലിൻ്റെ ഇടയിലാണ്. ഇനി ബാക്കി ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്ക്, ഫസ്റ്റ്
കോൺറോഡ് ഡിസ്കണ്ടിന്യൂറ്റി അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റിന്റെ ഇടയിലുള്ളതാണ്. അതുപോലെ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ്? ലോവർ ക്രസ്റ്റിന്റെയും അപ്പർ മാന്റിലിന്റെയും ഇടയിലുള്ളതാണ് മൊഹറോവിക്. റെപ്പിറ്റി അപ്പർ ആൻഡ് ലോവർ മാന്റിലിന്റെ, രണ്ട് മാന്റിലിന്റെ ഇടയിലാണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഇനി ഗുട്ടൻബർഗ് എവിടെയാണ് വരുന്നത്? ലോവർ മാന്റിലിന്റെയും ഔട്ടർ കോറിന്റെയും ഇടയിലാണ് വരുന്നത്. ഇനി ഔട്ടർ കോറിന്റെയും ഇന്നർ കോറിന്റെ ഇടയിലാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഇതിൽ എപ്പോഴും മിക്കവാറും ചോദിച്ചിട്ടുള്ള മൊഹറോവിക് കുറേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പോവാട്ടോ. അപ്പോൾ കോൺറോഡ്, മൊഹറോവിക്, റെപ്പിറ്റി, ഗുട്ടൻബർഗ്, ലേമാൻ, ആ ഒരു ഓർഡറിൽ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ ഏതൊരു താഴെ നിന്ന് മുകളിലേക്കോ പഠിച്ചു പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോൾഡ്രംസ് ദ റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ കാം എയർ മൂവ്മെന്റ്സ് ഇസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഡോൾഡ്രംസ് എന്ന് പറയുന്ന ആ ഒരു ഇത് കാം എയർ മൂവ്മെന്റ്സ് ക്യാരക്ടറൈസ് ചെയ്യുന്ന റീജിയൻ ഏത് പ്രഷർ ബെൽറ്റിലാണ് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രംസ് കാണപ്പെടുക. അപ്പം നമുക്ക് ഈ പ്രഷർ ബെൽറ്റുകൾ എന്താണ് എന്നൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എർത്തിലുള്ള മേജർ പ്രഷർ ബെൽറ്റുകൾ. അപ്പോൾ ഇതിൽ ഇക്വേറ്ററിൻ്റെ അവിടെ ലോ പ്രഷർ ബെൽറ്റ് ആണ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ ഡോൾഡ്രം 0 ഡിഗ്രിയിൽ. അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളാണ്. അതിനെ നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും പറയും. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നാണ് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്കാണ് കാറ്റ് ഇങ്ങനെ വീശുക. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇക്വേറ്ററിലേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കാറ്റ് വീശും. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും മുകളിൽ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും മുകളിൽ കിടക്കുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലേക്കും കാറ്റ് വീശും. പിന്നെ അതുപോലെ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും 90 ഡിഗ്രിയിൽ ഹൈ പ്രഷർ ബെൽറ്റുകളാണ്. അപ്പോൾ അവിടെ നിന്നും ലോ പ്രഷർ ഉള്ള സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കും കാറ്റ് വീശും. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റിൻ്റെ ഗതിനെ ഈ പ്രഷർ ബെൽറ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടും ചോദിക്കാറുള്ളത് ഡോൾഡ്രംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത് 30 to 35 ഡിഗ്രി നോർത്തും 30 to 35 ഡിഗ്രി സൗത്തിലുമാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. അത് കമ്പാരിറ്റീവ്ലി ലോ പ്രഷർ ബെൽറ്റിനേക്കാളും കുറച്ചും കൂടെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഏരിയ ആണ് അല്ലേ. ഓൾറെഡി ഹൈ പ്രഷർ ആണ് ആൻഡ് അവിടുന്ന് രണ്ട് സൈഡിലേക്കും കാറ്റ് അങ്ങോട്ട് വീശാണ് ചെയ്യുന്നത് അല്ലേ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ടർബുലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ വെസ്റ്റേർലീസും ട്രേഡ് വിൻസും എവിടെയാണ് വീശുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് വിൻഡ് എവിടെയാണ് വീശുന്നത് നോക്കിയേ. ട്രേഡ് വിൻഡ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളുടെ നടുവിലാണ് അല്ലേ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് ട്രേഡ് വിൻഡ്. ഇനി വെസ്റ്റർലീസോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷറിലേക്ക് വീശുന്ന കാറ്റുകളാണ് വെസ്റ്റർലീസ്. പിന്നെ പോളാർ ഈസ്റ്റർലീസ് എവിടെ നിന്നാണ്? പോൾ റീജിയൻ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, ആ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് വീശുന്നതാണ് സബ് പോളാർ ഈസ്റ്റർലീസ്. ഇതൊക്കെ പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ, ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. അപ്പോൾ ഇതിൽ നമ്മൾ അന്ന് ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞു അല്ലേ, അടുക്കുകളായി കാണപ്പെടുന്നവ സ്ട്രാറ്റ, ഓരോ സ്ട്രാറ്റകളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. അതുപോലെ പഞ്ഞിക്കെട്ട് പോലെ ക്യുമുലസ്, തൂവല് പോലെ സിറസ്, കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ് ആണ്. മഴ കൊണ്ടുവരുന്നത് കാർമേഘം ഒക്കെ നിംബസിലാണ് പെടുക കേട്ടോ. അപ്പം നിംബസ് മഴ കൊണ്ടുവരും, സിറസ് തൂവല് പോലെ സിറസ്. പിന്നെ അടുക്കുകൾ സ്ട്രാറ്റസ് ആയിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. പിന്നെ പഞ്ഞിക്കെട്ട് ക്യുമുലസ്, അത് ഓർത്തിരിക്കുക. ജസ്റ്റ് ഇതാ ഈ ഇമേജ് ഒന്ന് റെഫർ ചെയ്തോ. പിന്നെ ഏത് റീജിയനിലാണ്, ലോ, മിഡിൽ, ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഏത് ഓൾട്ടിറ്റ്യൂഡിലാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിംബോ സ്ട്രാറ്റസും അതുപോലെ ക്യുമുലോ നിംബസും ആണ് മഴ കൊണ്ടുവരുന്ന മേഘങ്ങൾ കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്യുമുലോ നിംബസും നിംബോ സ്ട്രാറ്റസും ആണ് മഴ പെയ്പ്പിക്കുന്ന മേഘങ്ങൾ. ബാക്കി സ്ട്രേറ്റ കണ്ടില്ല, ഇങ്ങനെ ഓരോ സ്ട്രാറ്റകളായിട്ട് ഒരു ലെയർ ആയിട്ടുള്ളതാണ് സ്ട്രേറ്റകൾ. പിന്നെ സ്ട്രേറ്റോ ക്യുമുലസ് ആണ് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പടം വരയ്ക്കുമ്പോൾ സാധാരണ വരയ്ക്കാറുള്ള മേഖല, അത് ആ ഒരു ഷേപ്പിലുള്ളതാണ് ക്യുമുലസ് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കാം. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പം ഈ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ലാപ്സ് റേറ്റ്. ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഉയരം കൂടുമ്പോഴത്തേനും ടെമ്പറേച്ചർ കുറയും അല്ലെ, ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയും. അപ്പം അത് ഏത് നിരക്കിലാണ് ഹൈറ്റ് കുറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയാം. നോർമൽ ലാപ്സ് റേറ്റ്.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1 തെറ്റാണ്, ബാക്കി 3 2 3 4 ശരിയാണ്. അപ്പൊ ഇതിൽ ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയാ? പെഡോളജി എന്നല്ല, അതിന് ശരിക്കും പെട്രോളജി എന്നാണ് പറയാ. പെട്രോളജി കേട്ടോ. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കിയേ. ഇതില് സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ശരിയാണ് അല്ലെ? എന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് കട്ടി കൂടുതൽ. ഏതിനേക്കാളും? ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും. അതുപോലെ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ റാപ്സ് റേറ്റ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പം, ഉയരം കൂടുമ്പം എന്തുണ്ടാവും? ഊഷ്മാവ് കുറയും. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താ? സോളാർ റേഡിയേഷന് ടെറസ്ട്രിയൽ റേഡിയേഷനേക്കാളും വേവ് ലെങ്ത് കുറവാണ്. ശരിയാണ്, സോളാർ റേഡിയേഷന്റെ വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ നമ്മൾ ശിലകളെ കുറിച്ചുള്ള പഠനത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ടൈപ്സ് ഓഫ് റോക്സ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ തരം ശിലകളാണ് ഉള്ളത്? നമ്മൾ മെയിൻലി 3 ടൈപ്സ് ഓഫ് റോക്സ് ആണല്ലേ പഠിച്ചിട്ടുള്ളത്. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി, മെറ്റമോർഫിക്. ഇഗ്നിയസിന്റെ മലയാളം ആഗ്നേയ ശിലകൾ എന്നാണ്. അതെങ്ങനെയാണ്? മാഗ്മ, ലാവയൊക്കെ തണുത്തുറഞ്ഞ് സോളിഡിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അതിനിങ്ങനെ പ്രത്യേകിച്ച് ലേയറുകളില്ല. അതുപോലെ ഗ്രാനൈറ്റും ഒബ്സിഡിയനും ആണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. ഇനി സെഡിമെന്ററി റോക്സ്, അത് സെഡിമെന്റ് കോമ്പാക്ഷനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് കുറച്ചും കൂടെ ലേയേർഡ് ആണ്. അതുപോലെ ഫോസിലുകളൊക്കെ ഒരുപാട് കാണപ്പെടുന്നത് സെഡിമെന്ററി റോക്സിലാണ്. സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, കോളൊക്കെ സെഡിമെന്ററി റോക്സിന്റെ എക്സാമ്പിൾ ആണ്. അതിന് പറയുന്നത് അവസാദ ശിലകൾ എന്നാണ് കേട്ടോ മലയാളത്തിൽ. അപ്പൊ ഇതിന് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, അതുപോലെ മെറ്റമോർഫിക്കിനെ കായാന്തര ശിലകൾ എന്നാ പറയാം. അത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് അതർ റോക്സ് വഴിയാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. അതിന് എന്താ പറയാ, ഒരു പരിണാമം, ഒരു ചേഞ്ച് വന്നിട്ടാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. അത് റിലേറ്റീവ്ലി ഹാർഡാണ്, അധികം ലേയേഴ്സ് ഉണ്ടാവില്ല. സ്ലേറ്റ്, മാർബിൾ, അതൊക്കെയാണ് മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെറ്റമോർഫിക് റോക്സിന് എന്താണ്, വേറെ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നതെന്ന് പറയും. അപ്പൊ ഏതൊക്കെ റോക്സിൽ നിന്നാണ് ഏതൊക്കെ ടൈപ്പ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ലൈം സ്റ്റോണിന് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മാർബിൾ ഉണ്ടാവുന്നത്. അതുപോലെ ഷെയിൽ സ്റ്റോണിൽ നിന്നാണ് സ്ലേറ്റ് ഉണ്ടാവുന്നത്. സാൻഡ് സ്റ്റോൺ, അതിൽ ക്വാഡ്സിന്റെ ഭയങ്കര കണ്ടന്റ് ഉണ്ട്, നല്ല ഹൈലി റിച്ച് ഇൻ ക്വാഡ്സ് ആണ്. അപ്പൊ ആ സാൻഡ് സ്റ്റോണിന് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ക്വാഡ്സൈറ്റ് ഉണ്ടാവുന്നത്. ഗ്രാനൈറ്റിൽ നിന്നാണ് നീസ് ഉണ്ടാവുന്നത്. അപ്പൊ മാർബിൾ, സ്ലേറ്റ്, ക്വാഡ്സൈറ്റ്, നീസ് ഇതെല്ലാം മെറ്റമോർഫിക് റോക്സിന്റെ എക്സാമ്പിൾ ആണ്. അത് ഏതിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്, ആ സോഴ്സും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പം ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ഡി ആണ്. എക്കൽ വിശറികളാൽ സമ്പന്നമല്ല ഇവിടം. ഇവിടെ എക്കൽ വിശറികൾ എവിടെയാണ് കാണുക? അലൂവിയൽ ഫാൻസ് എന്ന് പറയും. അതെവിടെയാണ്? ഈ റിവേഴ്സ് വന്നിട്ട് ഓഷ്യൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന റീജിയനിലാണ് ഉണ്ടാവുക, പ്രത്യേകിച്ച് കോസ്റ്റൽ റീജിയനിൽ. ആൻഡ് എസ്പെഷ്യലി അത് ഈസ്റ്റേൺ സൈഡിലാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഇപ്പുറത്തെ സൈഡിലെ ബേ ഓഫ് ബംഗാളിന്റെ ആ ഒരു റീജിയനിലേക്കൊക്കെ പോകുന്നത്, ബ്രഹ്മപുത്ര, ഗംഗയൊക്കെ വന്ന് അവിടേക്ക് ഒഴുകി ചേരില്ലേ, ആ ഒരു കോസ്റ്റൽ റീജിയനിലാണ് അലൂവിയൽ ഫാൻസ് കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ, ഉപദ്വീപീയ പീഠഭൂമിയിലല്ല. അടുത്ത ചോദ്യം, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി പമ്പയാണ് കേട്ടോ, പമ്പ. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കറക്റ്റ് ആൻസർ മുതിരപ്പുഴയാണ്. അപ്പം ഇതുപോലെ നദികളും പിന്നെ അതിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ, അതിന്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികളൊക്കെ നോക്കിയിട്ട് പോകണം. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? കേരളത്തിൽ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? റാബി ക്രോപ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള സോവിങ് സീസൺ. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ സി നവംബർ മാധ്യമാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ശരിക്കും ഒക്ടോബർ, നവംബർ ആ ഒരു കാലഘട്ടത്തിലാണ് സോവിങ് നടത്തുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാ ക്രോപ്സും ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഖാരിഫ് ക്രോപ്സ് ഏതാണ്? മൺസൂൺ സീസണിൽ. പിന്നെ മറ്റു രണ്ടെണ്ണമാണ് റാബിയും ജയ്ദും. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റൈസ് ഏത് ക്രോപ്പാന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റൈസ് ഖാരിഫ് ക്രോപ്പ് ആണ് കേട്ടോ. പിന്നെ മെയ്സ്, നമ്മുടെ ചോളം,
കോട്ടൺ, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ഇതൊക്കെ ഖാരിഫ് ക്രോപ്പ് ആണ്, മൺസൂൺ സമയത്താണ്. ഖാരിഫ് ക്രോപ്പിന്റെ സോയിങ് മന്ത് ജൂൺ ജൂലൈയിലാണ്. അത് വിളവെടുക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ ഒക്ടോബറിലാണ്. ഇനി അടുത്തത് റാബി ക്രോപ്സ് ആണ്. റാബി ക്രോപ്സിനെ നമ്മൾ വിന്റർ ക്രോപ്സ് എന്നും പറയും. വിന്റർ ക്രോപ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? വീറ്റ്, മസ്റ്റാർഡ്, ഗ്രാം, ചിക്പി, അതുപോലെ ബാർലി, പീസ് അതൊക്കെയാണ് വരുന്നത്. അതിന്റെ സോവിങ് മന്ത്സ് ഒക്ടോബർ നവംബർ ആണ്. ഹാർവെസ്റ്റ് ചെയ്യുന്നത്, വിളവെടുപ്പ് എടുക്കുന്നത് എപ്പോഴാണ്? മാർച്ച് ഏപ്രിലാണ് കേട്ടോ. ഇനി സെയ്ദ് സമ്മർ ക്രോപ്സ് ആണ്. അതിൽ നമ്മൾ സമ്മർ ആകുമ്പോൾ കൂടുതൽ എങ്ങനെയാണ്? നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനല്ലേ പറയാം. അപ്പം ആ സമയത്താണ് വാട്ടർമെലൻ, ക്യുക്കുംബർ, മസ്ക് മെലൻ, ബിറ്റർ ഗാർഡ്, പംകിൻ അങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കൂടുതലും സെയ്ദ് ക്രോപ്സിൽ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതും അതിന്റെ സോയിങ് മന്തും മാർച്ച് ഏപ്രിലാണ് വരുന്നത്. ഹാർവെസ്റ്റിംഗ് മെയ് ജൂണിലാണ്. അപ്പൊ ഈ സോയിങ് മന്ത് ഓർത്തിരിക്കാൻ ഒരു കാര്യം ഓർത്താൽ മതി. ഏപ്രിലൊക്കെ ആ ഒരു സമയത്തല്ലേ വിഷു വരുന്നത്. വിഷുവിന് നമ്മൾ ഈ കണി വെക്കുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സെയ്ദ് ക്രോപ്സിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് സോ ചെയ്യുന്നത് എപ്പോഴാ? മാർച്ച് ഏപ്രിൽ ആ ഒരു പീരീഡിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. സിന്ധു നദി നംച ബർവയെ കീറിമുറിച്ച ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അപ്പം ഇതില് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3, 4. അപ്പൊ 2, 3, 4 ശരിയാണ്. യമുന ഗംഗയുടെ കൈവഴിയാണ്, അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട്. ബീഹാറിന്റെ ദുഃഖം കോസിയാണ്. പിന്നെ ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉദ്ഭവിക്കുന്നത്. ഇതുപോലെ മറ്റുള്ള റിവേഴ്സിന്റെയും ഉദ്ഭവസ്ഥാനങ്ങളും കൂടെ നോക്കണം. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻഡസ് കണ്ടോ എവിടെയാണ്? ഈ ഒരു വെസ്റ്റേൺ സൈഡിലാണ് അല്ലെ. നംച ബർവ എവിടെയാണ്? നമ്മുടെ ഇവിടെയാണ്, ഈസ്റ്റേൺ സൈഡിലാണ്, നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് നംച ബർവ വരുന്നത്. അപ്പൊ നംച ബർവ ഒരിക്കലും ഇൻഡസ് നംച ബർവേനെ മുറിച്ച് കടക്കുന്നില്ല. ഇൻഡസ് ഏത് സൈഡിലാണ്? വെസ്റ്റേൺ സൈഡിലാണ് അല്ലെ. പഞ്ചാബ്, ഹിമാലയ, ആ ഒരു ഹിമാചൽ പ്രദേശ് ആ ഒരു റീജിയനിലാണ് ഇൻഡസ് വരുന്നത്. ഇൻഡസും അതിന്റെ ട്രിബ്യൂട്ടറീസും. അപ്പൊ നംച ബർവേനെ മുറിച്ച് കടക്കുന്നത് ശരിക്കും ബ്രഹ്മപുത്രയാണ്. അപ്പൊ ഇവിടെ ബ്രഹ്മപുത്രയുടെയും ഗംഗയുടെയും അതുപോലെ ഇൻഡസിന്റെ ഒക്കെ കൈവഴികളും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാത്തിന്റെയും ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കിപ്പോണം. അപ്പൊ നമുക്ക് റിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങളൊന്ന് നോക്കാം. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഏത് നദിയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിനാബിലാണ് ബംഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെയാണ് സുബൻസിരി പോഷക നദിയായിട്ടുള്ളത്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് സുബൻസിരി. ഇനി ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉദ്ഭവസ്ഥാനം ഏതാണ്? കൃഷ്ണയുടെ ഉദ്ഭവസ്ഥാനം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹാബലേശ്വർ കേട്ടോ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം, ഇപ്പൊ കോട്ടപ്പുറം വരെയല്ല, ഇപ്പൊ കോഴിക്കോട് വരെയാണ് കേട്ടോ. കോഴിക്കോട് വരെയുള്ള പശ്ചിമ തീരക്കനാൽ അറിയപ്പെടുന്നത് എന്താണ്? ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാ. ഈ ചോദ്യം വന്നിട്ട് നിങ്ങൾ തെറ്റിക്കരുത്. ഏതാണ്? അത്രയും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ 3. കേരളത്തിലൂടെ ഉള്ള ഏക നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 3. ഇനി നാഷണൽ വാട്ടർവേ 1 ഏതാണ്? പ്രയാഗ്രാജ് ടു ഹാൽദിയ ഉത്തർപ്രദേശിലാണ്. നാഷണൽ വാട്ടർവേ 2 സാദിയ ടു ധൂബ്രി ആണ് ആസാമിൽ. നാഷണൽ വാട്ടർവേ 3 നമ്മൾ പറഞ്ഞ കോട്ടപ്പുറം ടു കൊല്ലം, ഇപ്പം കോഴിക്കോട് വരെ കേരളയാണ്. പിന്നെ കൃഷ്ണ ഗോദാവരി റിവർ സിസ്റ്റത്തിലുള്ള മുക്ത്യാലിയ ടു വിജയവാഡ ഉള്ള നാഷണൽ വാട്ടർവേ ആണ്. നാഷണൽ വാട്ടർവേ 4 ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ നമ്മളോട് മിക്കവാറും ചോദിക്കുക നാഷണൽ വാട്ടർവേ 3 ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതാണ്, ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ നറൗറ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശിലാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൂടംകുളത്താണ്, തമിഴ്നാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ വേറൊരു ഫേമസ് ആയിട്ടുള്ളതാണ് താരാപൂർ, മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെയും ഓൾഡസ്റ്റുമായിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി അവിടെയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കക്രപ്പാറ, കൈഗ ഇതൊക്കെ ജസ്റ്റ് എവിടെയാണെന്ന് ഓർത്തിരിക്കുക. കക്രപ്പാറ ഗുജറാത്തിലാണ്, കൈഗ കർണാടകയിലാണ്. പിന്നെ നറൗറ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, UP യിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം വരാനുള്ള ഒരു ഏരിയ ആണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇന്ത്യയിൽ. അപ്പം ഏത് സിറ്റിയാണ്, ഏത് സ്റ്റേറ്റിലാണ്, അതുപോലെ ഏത് കൺട്രീന്റെ ഫോറിൻ കൊലാബറേഷനിലാണ് ഉണ്ടായിട്ടുള്ളതാണ്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. 5 ഇയർ പ്ലാൻസ് ഒക്കെ ജസ്റ്റ് ഏതിലാണെന്ന് വായിച്ചു പോയാൽ മതി. മോസ്റ്റ്ലി സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഈ പറഞ്ഞ ഇരുമ്പുരുക്ക് ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ ഇത് കൊടുത്തത്, ഫോക്കസ് കൊടുത്തത് ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇത് മോസ്റ്റ്ലി ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ബൊക്കാറോ ആണ് ഇവിടെ തേർഡ് 5 ഇയർ പ്ലാൻ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇയേഴ്സും ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ഭിലായ് ഏതിലാണ്? ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരുടെ കൊളാബറേഷനിലാണ്? സോവിയറ്റ് യൂണിയൻ്റെ ആണ്. അതുപോലെ തന്നെ ബൊക്കാറോവും സോവിയറ്റ് യൂണിയൻ്റെ കൊളാബറേഷനിലാണ്, ജാർഖണ്ഡിലാണ് കേട്ടോ. അപ്പോൾ ഭിലായ്, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പം ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നത് BB റഷ്യ എന്നാണ്. BB റഷ്യ. അപ്പം ഭിലായ്, ബൊക്കാറോ റഷ്യ, സോവിയറ്റ് യൂണിയൻ ആണല്ലോ. അങ്ങനെ ഇനി റൂർക്കേല വരുന്നത് വെസ്റ്റ് ജർമ്മനിയിലാണ് കേട്ടോ. വെസ്റ്റ് ജർമ്മനിയുടെ കൊളാബറേഷനിലാണ്. അത് ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷ സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂർക്കേല ആരുടെ കൊളാബറേഷനിലാണ്? വെസ്റ്റ് ജർമ്മനി. ഇനി ദുർഗാപൂർ ഏത് കൺട്രീൻ്റെ കൊളാബറേഷനിലായിരുന്നു? യുണൈറ്റഡ് കിങ്ഡം, UK. അപ്പം ദുർഗ UK പോയി എന്ന് ഓർത്തിരുന്നാൽ ചിലപ്പം ഓർക്കാം. എക്സാമിന് ചിലപ്പോൾ ഈ കോഡൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നിങ്ങൾ പഠിച്ചേക്കണേ. ദുർഗാപൂർ UK. അപ്പോൾ ദുർഗാപൂർ UK ആയിട്ടുള്ള കൊളാബറേഷനിലാണ്. ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി IT കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം. അപ്പം ഈ IT ആക്ട് പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ A ആണ്, 18 വയസ്സിൽ താഴെ കേട്ടോ. ഇനി IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറത്തുള്ള കമ്പ്യൂട്ടർ റിസോഴ്സസ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഏതാണ്? സെക്ഷൻ 65 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സെക്ഷൻസ്, IT സെക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഒഫൻസസ് എന്താണ്, പണിഷ്മെന്റ് എങ്ങനെയാണ്, ഇത് കുറേ ചോദിക്കാറുള്ളതാണ്. IT ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കത് നോക്കാം. അടുത്തത് സെക്ഷൻ 65, ടാമ്പറിംഗ് വിത്ത് ഡോക്യുമെന്റ്സ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെന്റ്സ് ടാമ്പർ ചെയ്യാൻ നോക്കുക. അതിലെന്താണ് പണിഷ്മെന്റ്? 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം പിഴ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിസീവിംഗ് എ സ്റ്റോളൻ കമ്പ്യൂട്ടർ സോഴ്സ് ഓർ ഡിവൈസ് ഡിസോണസ്റ്റ്ലി. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മോഷണം മുതൽ ഉപയോഗിക്കാം. 66B ആണ് വരുന്നത്. 3 years ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 1 lakh ഫൈൻ. പിന്നെ ഐഡന്റിറ്റി തെഫ്റ്റ് സെക്ഷൻ 66C. ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ സെക്ഷൻ 66D. അപ്പോൾ ഇതിന് രണ്ടിനും എന്താണ്? 3 years ഓർ 1 lakh ഫൈൻ വരുന്നുണ്ട്. പിന്നെ വയലേഷൻ ഓഫ് പ്രൈവസി 66E. അതിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 3 years, അതുപോലെ ഫൈൻ ഓഫ് 2 lakhs ആണ് വരുന്നത്, അല്ലെങ്കിൽ ബോത്ത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൈബർ ടെററിസം. ഏതാണ്? സെക്ഷൻ 66F ആണ് കേട്ടോ. അതിന് ജീവപര്യന്തമാണ് തടവ് വരുന്നത്. അപ്പോൾ ജീവപര്യന്തമാണ് സൈബർ ടെററിസത്തിനുള്ളത്. പിന്നെ അതുപോലെ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് സെക്ഷൻ 67ലാണ് വരുന്നത്. ഇംപ്രിസൺമെന്റ് ഓഫ് 5 years ആൻഡ് ഫൈൻ ഓഫ് 10 lakh. പിന്നെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുക ചെയ്യുമ്പം സെക്ഷൻ 67A ആണ്. ഇംപ്രിസൺമെന്റ് ഓഫ് 7 years ഓർ 10 lakh ആണ് വരുന്നത് കേട്ടോ. പിന്നെ ചൈൽഡ് പോർണോഗ്രഫി, ഡിപ്പിക്റ്റിംഗ് ചൈൽഡ് ഇൻ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ഫോം, അതിലെന്താ വരുന്നത്? സെക്ഷൻ 67B ആണ്. ഇംപ്രിസൺമെന്റ് ഓഫ് 7 years ആൻഡ് ഫൈൻ എത്രയാണ്? 10 lakhs. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ IT PYQ എന്ന് പറഞ്ഞിട്ട് വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഈ സൈബർ ലോസും അതിൻ്റെ ആക്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻസും പണിഷ്മെൻറ്റും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? കറക്റ്റ്. ഹബ്ബ് ഏതാണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുക അല്ലേ. ഇനി റൂട്ടർ ആകുമ്പോൾ ഏതാ വരിക? റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഇനി റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. റിപ്പീറ്ററിന്റെ വേറെ പേരാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആംപ്ലിഫയർ എന്നൊക്കെ. ഇനി ഗേറ്റ് വേ, വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ഗേറ്റ് വേക്ക് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D ആണ് ഉത്തരം വരുന്നത്. ഇനി ഇതൊക്കെ എന്താണ്? പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ചാർട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഈ സെയിം റിവിഷൻ ചാർട്ട് പറഞ്ഞിരുന്നു. ഏത് OSI ലെയറിലാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അത് എന്തായാലും പഠിച്ചിട്ട് പോവാം. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം. ഏതാണ്? കറക്റ്റ് ആൻസർ ക്യാഷ് മെമ്മറിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മുടെ അമ്മമാർ യൂസ് ചെയ്യുന്ന കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ നമ്മൾ വിസിറ്റേഴ്സ് വരുമ്പോൾ എടുക്കാൻ വേണ്ടി കുറേ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെ? നമ്മുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ ഡാറ്റകളൊക്കെ എവിടെ വെക്കും? ഈ ക്യാഷ് മെമ്മറിയിലായിരിക്കും വയ്ക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന പതിവായിട്ട് ഉപയോഗിക്കുന്ന സംഭവം പെട്ടെന്നുള്ള പ്രോസസ്സിങ്ങിനായിട്ട് ക്യാഷ് മെമ്മറിയിൽ ഉണ്ടാവും.
അല്ലാത്തതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അത് ആവശ്യം ഉള്ളപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇവിടെ പോയിട്ട് എടുക്കാം. അതല്ലാതെ ക്യാഷെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾ അത്യാവശ്യത്തിന് എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ, എപ്പോഴും യൂസ് ചെയ്യുന്ന ഡാറ്റ ആണ് ക്യാഷെ മെമ്മറിയിൽ വെക്കുക കേട്ടോ. അതങ്ങനെ ഓർത്താൽ മതി. ഇനി ഇതിൻ്റെ മെമ്മറി ടൈപ്പും അതിൻ്റെ വോൾട്ടാലിറ്റിയും റിലേറ്റീവ് സ്പീഡൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്പീഡിൽ കിട്ടുന്നത് ഏതാണ്? രജിസ്റ്ററുകളാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. പിന്നെയാണ് ക്യാഷെ വരുന്നത്, പിന്നെ റാം, പിന്നെ റോം, SSD, HDD. അപ്പോൾ ഇതിൽ രജിസ്റ്റർ, ക്യാഷ്, റാമാണ് വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറികൾ. റോമും SSDയും HDDയും എന്താണ്? നോൺ വോളറ്റൈൽ ആണ് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. ഇതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? സ്കാനർ ആണല്ലേ. സ്കാനർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ നോക്കാം ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ അങ്ങോട്ടേക്ക് സിസ്റ്റത്തിന് അകത്തേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി ആയിട്ടോ ഒരു ഡാറ്റേനെ പുറത്തേക്ക്, ഇൻഫർമേഷൻ പുറത്തേക്ക് തരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഏതൊക്കെയാണ്? മോഡം, ക്യാമറ, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, CD, DVD, പെൻ ഡ്രൈവ്, വെബ് ക്യാമറ, കീബോർഡ്, BCR, ജോയ്സ്റ്റിക്ക്, സ്കാനർ. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. സ്ക്രീൻ, പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, ഇയർഫോൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു വൈഡർ ഏരിയയിൽ ഉള്ള നെറ്റ്വർക്കിന് എന്താ പറയുക? വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ, വാൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നെറ്റ്വർക്ക് ടൈപ്പ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പാൻ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു 10 മീറ്റർ പരിധിൻ്റെ ഉള്ളിലൊക്കെ, അതായത് നമ്മുടെ ഫോണും നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറും അല്ലെങ്കിൽ നമ്മുടെ ഫോണും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ, ഗാഡ്ജറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു ചുറ്റളവിലുള്ളതാണ് പാൻ. ഇനി ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വൈഫൈ ഒക്കെ പോലെ ഒരു സിംഗിൾ റൂമിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിൽഡിങ്ങിലോ യൂസ് ചെയ്യുന്നതാണ് ലാൻ. ഇനി ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, ക്യാൻ. അത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിൽഡിങ്സിൽ, ഇപ്പം നമ്മുടെ ക്യാമ്പസ് എന്ന് തന്നെ പറയാം അല്ലേ, നമ്മുടെ ഒരു കോളേജിലാണെന്ന് വിചാരിക്കുക. അവിടുത്തെ ലൈബ്രറി, അവിടുത്തെ ലാബ്, ക്ലാസ് റൂംസ് അതൊക്കെ കൂടെ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക, അവിടുത്തെ പല ഏരിയാസും കണക്ട് ചെയ്യുന്നതാണ് ക്യാൻ വരിക. ഇനി മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതൊരു വലിയ സിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു റീജിയൻ, ആ ഒരു ഏരിയ, ഒരു പ്രദേശം മൊത്തം കവർ ചെയ്യുന്നതാണ് മാൻ വരുന്നത്. ഇനി വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അത് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഭൂപ്രദേശത്താണ്, സർഫിംഗ് ഇന്റർനെറ്റ് ആണ്. അത് പല റീജിയൻസിലേക്കും, അതായത് പല കോണ്ടിനെന്റ്, അക്രോസ് കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ അക്രോസ് കൺട്രീസ് നെറ്റ്വർക്കിംഗ് കിട്ടുന്നതാണ് വാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. അപ്പോൾ ഏതാണ് ഇതിൽ വിട്ടുപോയിട്ടുള്ളത്? ഗിഗാബൈറ്റ് ആണല്ലേ. അപ്പോൾ അതിലെ കമ്പ്യൂട്ടർ മെമ്മറി സൈസസ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഒരു ബിറ്റ് എന്ന് പറയുമ്പം ബൈനറി ഡിജിറ്റ് ആണ്. പിന്നെ 4 ബിറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് നിബിൾ എന്ന് പറയുന്നത്. 4 ബിറ്റിന് നമ്മൾ നിബിൾ എന്ന് പറയും. 8 ബിറ്റുകൾ ചേർന്നത് ബൈറ്റ് എന്ന് പറയും. ഒരു ബൈറ്റ്, 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ്. പിന്നെ 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റ് ചേർന്നിട്ടാണ് ഒരു മെഗാബൈറ്റ് ഉണ്ടാവുന്നത്. 1024 മെഗാബൈറ്റ് ചേർന്നിട്ടാണ് ഒരു ജിഗാബൈറ്റ് ഉണ്ടാവുന്നത്. 1024 ജിഗാബൈറ്റ് ചേർന്നിട്ടാണ് ഒരു ടെറാബൈറ്റ് ഉണ്ടാവുന്നത്. പിന്നെ 1024 ടെറാബൈറ്റ് ചേർന്നിട്ടാണ് പെറ്റാബൈറ്റും. പിന്നെ 1024 പെറ്റാബൈറ്റ് ചേർന്നിട്ട് ഹെക്സാബൈറ്റും, 1024 ഹെക്സാബൈറ്റ് ചേർന്നിട്ട് സീറ്റാബൈറ്റും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ടെറാബൈറ്റ് വരെയെങ്കിലും ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ബിറ്റ്, ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, അത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വരിവരിയായി. അതാണ് നമ്മുടെ കീവേഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ വരിയും വായിച്ചല്ലേ മനസ്സിലാക്കുക. ഓരോ വരിയും വായിച്ചാണ് നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ വരിവരിയായിട്ട് പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർപ്രറ്റർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇന്റർപ്രറ്റർ. ഇനി ഈ സംഭവങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. അതായത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ലോ ലെവൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നതാണ് അസംബ്ലർ. അപ്പം അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നത് അസംബ്ലർ. ഇനി ഇന്റർപ്രറ്റർ നമ്മൾ പറഞ്ഞു. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോന്നായിട്ട് മാറ്റുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇന്റർപ്രറ്റർ. കമ്പൈലർ ആണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് മാറ്റും. ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ ആണ്. കമ്പൈലർ എന്ന് പറയുമ്പോൾ എല്ലാം കമ്പൈൽ ചെയ്ത് ഒരുമിച്ച് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ഓൾ അറ്റ് വൺസ് ഒരുമിച്ച് ആക്കും. അപ്പോൾ ഇത് 3 ഓർത്തിരിക്കുക കേട്ടോ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ആക്കുന്നത് അസംബ്ലർ. അസംബ്ലി ലാംഗ്വേജ് ഒരു ലോ ലെവൽ അസംബ്ലി ലാംഗ്വേജ് കേട്ടോ. അപ്പോൾ ആ ലോ ലെവൽ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ഒരുമിച്ചാക്കുന്നത് കമ്പൈലർ.
പിന്നെ ഇന്റർപ്രറ്റർ, ഹൈ ലെവൽ ലാംഗ്വേജിന് ലൈൻ ബൈ ലൈൻ ആയിട്ട് റൺ ചെയ്യുന്നത് ഇന്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ സൈബർ ക്രൈമിനെതിരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് ഏത് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക്? 1930 1930 ആണ് കേട്ടോ ഹെൽപ്പ് ലൈൻ നമ്പർ, ഓർത്തിരിക്കാം. സ്വന്തമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താനൊക്കെ പറ്റും. പക്ഷേ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡൊക്കെ ആരുടെയും ഉണ്ടാവുക? പ്രൊപ്രൈറ്റേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓപ്പൺ സോഴ്സ് ആകുമ്പം അതിൻ്റെ കോഡൊക്കെ യൂസേഴ്സിനും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ജിംപ്, അതുപോലെ തന്നെ മൊസില്ല ഫയർഫോഴ്സ് ഒക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ആണ്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? യാഹു, ബിങ്, ആസ്ക്, സഫാരി. അപ്പോൾ ഇതിൽ ഏതാ സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരി ആണ് കേട്ടോ. സഫാരി ഒരു ബ്രൗസർ ആണ്. ഈ ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? അതായത് നമ്മളിപ്പം ഗൂഗിൾ ക്രോം അല്ലേ, അതിൽ ക്രോം എന്താണ്? ക്രോം ഒരു ബ്രൗസർ ആണ്. ക്രോമിൽ പോയിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ക്രോം എന്ന് പറയുന്ന ആ ഒരു ബ്രൗസറിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ള ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആണ്, ക്രോം ആണ് ബ്രൗസർ. അപ്പം അതുപോലെ യാഹു, ആസ്ക്, ബിങ് എന്നൊക്കെ പറയുന്നത് ഓരോ സെർച്ച് എഞ്ചിനുകളാണ്. സഫാരി എന്താണ്? ക്രോം പോലെ ഒരു ബ്രൗസർ ആണ്. അപ്പം നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ IT അത്യാവശ്യം കുറച്ച് ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ് ഉടനെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.